നമസ്കാരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെപ്പറ്റിയുള്ള വാർത്തകൾ പലപ്പോഴും മാധ്യമങ്ങളിൽ ചർച്ചയാകാറുണ്ടെങ്കിലും ഇത്രമേൽ ജനശ്രദ്ധയാകർഷിച്ചത് ബഹിരാകാശ യാത്രികരായ ബുച്ച് വിൽമോറിൻ്റെയും സുനീത വില്യംസിൻ്റെയും ISSൽ നിന്നുള്ള മടങ്ങിവരവ് അനിശ്ചിതമായപ്പോൾ മാത്രമാണ്. ബോയിങ് എയ്റോസ്പേസ് കോർപ്പറേഷൻ്റെ സ്റ്റാർ ലൈൻ പേടകത്തിൻ്റെ തകരാറുകൾ ബുച്ചിൻ്റെയും സുനിതയുടെയും മടങ്ങിവരവിന് തടസ്സമായി. പേടകത്തിൻ്റെ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾക്കുണ്ടായ കേടുപാടുകളുമാണ് ഇതിനു കാരണം. വാട്ട് ആർ ത്രസ്റ്റേഴ്സ്? എന്താണ് ത്രസ്റ്റേഴ്സ്? ത്രസ്റ്റേഴ്സ് ആർ പ്രൊപ്പൽഷൻ ഡിവൈസസ്. ത്രസ്റ്റ് എന്ന പദത്തിന് തള്ളുക എന്നാണ് അർത്ഥം. അതായത് പേടകം അൺഡോക്ക് ചെയ്യുന്നത് മുതൽ ദിശ, വേഗത എല്ലാം നിയന്ത്രിക്കുന്നത് ത്രസ്റ്റേഴ്സ് ആണ്. സ്റ്റാർ ലൈനിൽ തിരിച്ചുവരവ് അസാധ്യമെന്ന് വിധിയെഴുതിയ നാസ പേടകത്തെ യാത്രികരില്ലാതെ തിരിച്ചെത്തിക്കുകയും ചെയ്തു. എന്നാൽ സുനിതയും വിൽമോറും ISSൽ സുരക്ഷിതരായിരുന്നു. എന്താണ് ISS? താഴ്ന്ന ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാനാവുന്നതുമായ ബഹിരാകാശ ഗവേഷണശാലയാണ് ISS. 1998 ഈ നിലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ തന്നെ ISSൻ്റെ വിവിധ ഭാഗങ്ങൾ സംയോജിപ്പിച്ചു. ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലിപ്പം കൂടിയ കൃത്രിമ വസ്തു കൂടിയാണ് ISS. ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഈ നിലയം 330 കിലോമീറ്ററിനും 435 കിലോമീറ്ററിനും ഇടയിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ നിലയം 2020 ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ നിന്നും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൃശ്യമാകുകയും ചെയ്തു. ISSൻ്റെ ശരാശരി വേഗത 27,600 km/h ആണ്. 4,19,455 കിലോഗ്രാം ഭാരമുള്ള നിലയത്തിന് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാൾ വലിപ്പമുണ്ട്. 92.69 മിനിറ്റ് കൊണ്ട് ഭൂമിയെ ഒരു തവണ ചുറ്റി വരുന്നു. ഒരു ദിവസം 15 തവണ ഭൂമിയെ വലം വയ്ക്കുന്നു. അതായത് ISSലെ യാത്രികർ ഭൂമിയിലെ 15 ദിനരാത്രങ്ങൾക്ക് സാക്ഷികളാകുന്നു. ISS ഒരു കൊളാബറേറ്റീവ് പ്രൊജക്റ്റാണ്. അമേരിക്ക, റഷ്യ, ജപ്പാൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ISSനെ നിർമ്മിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. ISSനെ കൂടാതെ ഭൂമിയെ വലം വയ്ക്കുന്ന രണ്ടാമത്തെ സ്പേസ് സ്റ്റേഷനാണ് ചൈനയുടെ സ്വന്തം ടിയാഗോങ്. ISSലെ ജീവിത രീതി എങ്ങനെയെന്ന് സുനിത വില്യംസ് വിവരിക്കുന്ന വീഡിയോ നമ്മളിൽ ചിലരെങ്കിലും മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. 8 ദിവസത്തെ താമസത്തിനായാണ് സുനിതയും വിൽമോറും ISSലേക്ക് പോയത്. എന്നാൽ തിരിച്ചു വരവിനായി കാത്തു നിൽക്കേണ്ടി വന്നത് 287 ദിവസമാണ്. സുനിത വില്യംസ് ഇപ്പോൾ നിൽക്കുന്ന ഭാഗം കൂപ്പോള എന്നറിയപ്പെടുന്നു. സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണിത്. കാരണമെന്തെന്നോ, ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് താഴെ ഭൂമി കാണാം. എന്നാൽ എന്നെ ഏറ്റവും പേടിപ്പെടുത്തിയതും ഈ കാഴ്ച തന്നെയാണ്. സുനിതയുടെയും വിൽമോറിൻ്റെയും തിരിച്ചുവരവ് സാധ്യമാക്കിയത് ഇലോൺ മസ്കിൻ്റെ SpaceX ക്രൂ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റാണ്. സ്പേസ് ക്രാഫ്റ്റ് അൺഡോക്കിംഗ് മുതൽ സ്പ്ലാഷ് ഡൗൺ വരെ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ആദ്യഘട്ടം ഡീഓർബിറ്റ് ബേൺ ആണ്. അതായത് ഭൂമിയിലേക്കുള്ള റീ എൻട്രിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നീട് സംഭവിക്കുന്നത് ഒരു ഹീറ്റ് ഷീൽഡ് ഡിപ്ലോയ്മെൻ്റ് ആണ്. അതായത് ഒരു താപകവചം. ബഹിരാകാശ യാത്രികർ ISSൽ 21-22 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് കഴിയുന്നത്. അവർ പെട്ടെന്ന് 1600-2000 ഡിഗ്രി സെൽഷ്യസ് ചൂടിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അതുകൊണ്ട് ഹീറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഒരു താപകവചം സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും വിന്യസിക്കപ്പെടും. പിന്നീടുണ്ടാകുന്ന മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡ്രോഗ് പാരച്യൂട്ട് ഡിപ്ലോയ്മെൻറ്റ്. അതാണ് നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത്, ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. 2 ഡ്രോഗ് പാരച്യൂട്ടുകൾ വിന്യസിപ്പിക്കപ്പെടും. എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്? 27,000 km/h സ്പീഡിലാണ് സ്പേസ് ക്രാഫ്റ്റ് പുറപ്പെടുന്നത്. അതിൻ്റെ വേഗത ക്രമേണ നമ്മൾക്ക് കുറയ്ക്കണം. അതിൻ്റെ വേഗത കുറയ്ക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പായ ഡ്രോഗ് പാരച്യൂട്ട് ഡിപ്ലോയ്മെൻറ്റിന് ശേഷം അവ പേടകത്തിൽ നിന്നും വേർപെടുത്തും. പിന്നീട് സംഭവിക്കുന്ന നാലാമത്തെ സ്റ്റെപ്പാണ് മെയിൻ പാരച്യൂട്ട് ഡിപ്ലോയ്മെൻറ്റ്. മെയിൻ പാരച്യൂട്ട് ഡിപ്ലോയ്മെൻറ്റ് വീണ്ടും വേഗത ക്രമേണ പിന്നെയും കുറയ്ക്കുന്നു. ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനുള്ളിലിരിക്കുന്ന യാത്രികർക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തൂവൽ പോലെ പറന്നു നടന്ന മൈക്രോഗ്രാവിറ്റിയിൽ നിന്നും പെട്ടെന്ന് ഭൂമിയുടെ ആ വലിയ ഗുരുത്വാകർഷണത്തിലേക്ക് വരുമ്പോൾ അവരുടെ മസിലുകൾക്ക്, പേശികൾക്ക്, കവിളിന്, എല്ലുകൾക്ക് എല്ലാം ഭാരം അനുഭവപ്പെടും. ഇതുവരെ ഈ 287 ദിവസമായിട്ട് തീരെ ഭാരം അനുഭവപ്പെടാതെ പെട്ടെന്ന് ഭാരം അനുഭവപ്പെടാൻ തുടങ്ങും.
എന്നെ അത്ഭുതപ്പെടുത്തിയത് സുനിതയുടെയോ വിൽമോറിൻ്റെയോ ആദ്യ ബഹിരാകാശ യാത്രയല്ല ഇത്. ഒരു ബഹിരാകാശ താമസത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. അവരുടെ ശരീരത്തെ തന്നെയാണ് അവർ സാക്രിഫൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ വേണ്ടി. എന്തുകൊണ്ട് ബഹിരാകാശ നിലയമുണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടെ പരീക്ഷണങ്ങൾ, ഗവേഷണങ്ങൾ ഉണ്ടാകുന്നു? ഇതൊക്കെ വരും കാല ചൊവ്വ ദൗത്യത്തിന് ഒരുപാട് സഹായകമായേക്കാം. ഇതാ 4 പാരച്യൂട്ടുകളും വിന്യസിച്ചുകൊണ്ട് പേടകം ഫ്ലോറിഡ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പറന്നിറങ്ങുന്നു. Crew 9 back on Earth. They safely splashed down off the coast of Florida near Tallahassee. ഇന്ത്യൻ സമയം 3:27 AM ടെലഹാസി തീരത്തിന് സമീപം മെക്സിക്കോ ഉൾക്കടലിൽ മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയുമായി സുനിതയും വിൽമോറും നിക് ഹേഗും ഗോർബനോവും പറന്നിറങ്ങുന്നു. സുനിതയ്ക്കും വിൽമോറിനും മറ്റെല്ലാ ബഹിരാകാശ യാത്രികർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.